പ്രാദേശിക വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. KSTP റോഡ് നിർമ്മാണം പൂതക്കുളം മുതൽ അണ്ടാണിക്കുളം വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ബുധനാഴ്ച ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ നടന്നുവന്നിരുന്ന KSTP റോഡ് നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി കൂർക്കഞ്ചേരി മുതൽ ഇരിങ്ങാലക്കുട പൂതക്കുളം വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയാണ് ബുധനാഴ്ച മുതൽ ഢാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം ഉൾപ്പെടുന്ന അണ്ടാണിക്കുളം മുതൽ പൂതക്കുളം വരെയുള്ള റീച്ചിൽ നിർമ്മാണം ആരംഭിക്കുന്നത്. ഢാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായുള്ള കാനയുടെ നിർമ്മാണം ഈ റോഡിൽ പുരോഗമിക്കുകയാണ്. ചന്തക്കുന്നിൽ നിന്നും അണ്ടാണിക്കുളം ഭാഗത്തേക്കും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനാൽ പുതിയ ഗതാഗത നിയന്ത്രണവും ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വെള്ളാങ്കല്ലൂരിൽ നിന്നും തിരിഞ്ഞ് അരിപ്പാലം സെന്റർ വഴി എടക്കുളം റോഡ് വഴി ചേലൂർ സെന്ററിൽ വഴി ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ എത്തി തൃശൂർ ഭാഗത്തേക്ക് പോകണം. തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലെ ഗതാഗതം അനുസരിച്ച് റോഡിന്റെ ഇടതുവശത്തു കൂടി കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകാവുന്നതാണ്. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ച് 2026 ഫെബ്രുവരി അവസാനത്തോടെ തൃശൂർ കൊടുങ്ങല്ലൂർ റോഡും ഢാണ ചന്തക്കുന്ന് ജംഗ്ഷനും പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ ഗുരുസ്മരണ ദിനം ആചരിച്ചു. ദിനാചരണം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം പ്രസിഡന്റ് M. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കലാനിലയം വൈസ് പ്രസിഡന്റ് KK കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാൻ അവാർഡിനർഹനായ കലാനിലയം പരമേശ്വരൻ ആശാനെ ആദരിച്ചു. കലാനിലയം S. അപ്പുമാരാർ സ്മാരക സുവർണമുദ്ര പുരസ്കാരം കലാനിലയം മുൻ പ്രിൻസിപ്പൽ കലാമണ്ഡലം ഹരിദാസ് വേഷം വിദ്യാർത്ഥി കലാനിലയം സൂരജിന് സമ്മാനിച്ചു. കലാനിലയം ജോയിന്റ് സെക്രട്ടറി തങ്കപ്പൻ പാറയിൽ, ട്രഷറർ റോയ് ജോസ് പുറത്തൂക്കാരൻ എന്നിവർ പങ്കെടുത്തു. കലാനിലയം സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ സ്വാഗതവും പ്രിൻസിപ്പലിന്റെ ചുമതല വഹിക്കുന്ന കലാനിലയം പ്രശാന്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് പൂതനമോക്ഷം കഥകളി അരങ്ങേറി. ഒക്ടോബർ 6 നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പഴയകാല ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ വർഷങ്ങളായി ഇവിടെ നടത്തി വരികയാണ്. വളരെ ലളിതമായ ഒരു ചടങ്ങാണെങ്കിലും ഈ ഒരു പരിപാടി സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരിപാടി തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ മാതാവിനെയും പിതാവിനെയും നമ്മൾ അനുസ്മരിക്കുന്ന പോലെ ഇതുപോലുള്ള കലകൾ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും അനുസരിക്കേണ്ട അവരുടെ ഗുരുക്കന്മാരെ. ആ ചടങ്ങാണ് നമ്മളിവിടെ ലളിതമായി നടത്തുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്ന വിശിഷ്ട വ്യക്തികളെയും അതുപോലെ തന്നെ എൻഡോമെൻ്റ് ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് സമയക്കുറവ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ UDF ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ CPI ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. ആൽത്തറയ്ക്കിൽ ചേർന്ന സമാപന സമ്മേളനം CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം KS പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PJ ജോബി, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, ജാഥ ക്യാപ്റ്റൻ ബെന്നി വിൻസെന്റ്, വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ജിഷ ജോബി, PR രാജൻ എന്നിവർ പ്രസംഗിച്ചു. വർദ്ധനൻ പുളിക്കൽ സ്വാഗതവും അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ നന്ദിയും പറഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനം നടത്തി എന്നതിൻ്റെ ആമുഖം സഖാക്കൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുജന സംഘടനകളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഒക്കെ സംബന്ധിച്ച് ഈ നഗരസഭ ഭരിക്കുന്ന UDF ഭരണത്തിനെതിരെ
വിശ്രമരഹിതമായ പോരാട്ടം നടത്തുന്നവരാണ്, സമരം നടത്തുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ. ഇത്തരത്തിൽ ഒരു ഭരണത്തെ എങ്ങനെ വികലമാക്കി ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ സൗകര്യങ്ങൾ അന്യമാക്കി തീർക്കാമെന്ന പരീക്ഷണം നടത്തിയ ഒരു ഭരണാധികാരികൾ ചരിത്രത്തിൽ പോലും തപ്പിയാൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്ഷേത്ര ചൈതന്യവർദ്ധനവിനും ദേശാഭിവൃദ്ധിക്കും ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തുന്നു. ഒക്ടോബർ 8 ബുധനാഴ്ച രാവിലെ 8:30 ക്ഷേത്രത്തിനകത്ത് നടത്തുന്ന രാശിപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഊട്ടുപുരയിൽ പ്രശ്നചിന്ത നടത്തുമെന്ന് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആമയൂർ വേണുഗോപാല പണിക്കർ, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, വെങ്ങാശ്ശേരി മോഹനൻ പണിക്കർ, പാടൂർ പ്രമോദ് പണിക്കർ, മറ്റം ജയകൃഷ്ണ പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മുരളി ഹരിതം, രാഘവൻ മുളങ്ങാടൻ, അഡ്മിനിസ്ട്രേറ്റർ ജിതേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. 2025 ഒക്ടോബർ മാസം 8 മുതൽ രാവിലെ 8 മണിക്ക് മുതൽ അഷ്ടമംഗല പ്രശ്നം ആരംഭിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ദേവജ്ഞൻ എന്ന് പറയുന്നത് സർവശ്രീ ആമയൂർ വേണുഗോപാല പണിക്കർ, കുട്ടനാട് രാവണ്ണ പണിക്കർ, വേങ്ങശ്ശേരി മോഹനൻ പണിക്കർ, പാടൂർ പ്രമോദ് പണിക്കർ, മറ്റം ജയകൃഷ്ണ പണിക്കർ എന്നീ ദൈവജ്ഞരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം ക്ഷേത്രത്തിൽ നടക്കുന്നത്. മറ്റ് ആളുകളുടെ സാന്നിധ്യങ്ങളും ഉണ്ടായിരിക്കും. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 2008 സെപ്റ്റംബർ മാസത്തിലാണ് ഒരു അഷ്ടമംഗല പ്രശ്നം നടന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ 17 വർഷത്തിന് ശേഷമാണ് ഒരു അഷ്ടമംഗല പ്രശ്നം നടത്തുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റിയും അതുപോലെ ദേവസ്വം ജീവനക്കാരും ക്ഷേത്രം ജീവനക്കാരും കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പടിഞ്ഞാറെ ഊട്ടുവരയിൽ വെച്ചിട്ടാണ് ഈ അഷ്ടമംഗല പ്രശ്നം നടത്തുന്നത്. അതിൽ വിപുലമായ രീതിയിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. കീഴടങ്ങളായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രധാനപ്പെട്ട ഭാരവാഹികളോടും കമ്മിറ്റി അംഗങ്ങളോടൊക്കെ ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഭക്തജനങ്ങളോടും ഇതുമായി താല്പര്യമുള്ള മറ്റ് വ്യക്തികളോടും പണിക്കന്മാരോടും ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ പങ്കെടുക്കണമെന്ന്. വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ 148-ാം ജന്മദിന തിരുനാൾ ഒക്ടോബർ 8 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ കാട്ടൂർ ജന്മഗൃഹത്തിൽ ആഘോഷിക്കുമെന്ന് എടത്തുരുത്തി കർമ്മലമാത ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോഷി പാലിയക്കര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 8 വൈകിട്ട് 5 നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ ഒക്ടോബർ 17 വെള്ളിയാഴ്ച വൈകിട്ട് 5 നടക്കുന്ന വിശുദ്ധ കുർബാന, പ്രദക്ഷിണം എന്നിവയ്ക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിൽസൺ പയ്യപ്പള്ളി, ഫാദർ ജോർജി ചെറിയാൻ തേലപ്പള്ളി എന്നിവർ സഹകാർമ്മികരായിരിക്കും. ഉദയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ധന്യ, ഡയറക്ടർ സിസ്റ്റർ ഷീബ, ജനറൽ കൺവീനർ ലോനച്ചൻ ഉറുവത്ത്, ജോയിന്റ് കൺവീനർ രാജു താടിക്കാരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. 2025 ഒക്ടോബർ 8 മുതൽ 17 വരെയാണ് ഈ തിരുക്കർമ്മങ്ങൾ നിലവിലുള്ളത്. 8-ാം തീയതി കൊടിയേറ്റം നടത്തുന്നത് മോൺസിഞ്ഞൂർ ഫാദർ ജോസ് മാളിയേക്കലാണ്. 5 മണിക്കാണ് എല്ലാ തിരുക്കർമ്മങ്ങളും നടത്തപ്പെടുന്നത്. 17-ാം തീയതിയാണ് തിരുനാൾ കർമ്മങ്ങൾ. അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയുടെ അഭിമന്യ പിതാവ് മാർ പോളി കണ്ണുകാടൻ ആണ്. തിരുനാൾ ദിനത്തിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. എവുപ്രാസ്യാമ്മയുടെ ഭവനം ഇന്ന് എവുപ്രാസ്യാമ്മയുടെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ഒരു നേർക്കാഴ്ചയായ മ്യൂസിയം അവിടെ നിലവിലുണ്ട്. എല്ലാവരെയും അത് കാണുന്നതിനും അമ്മയുടെ അനുഗ്രഹങ്ങൾ വാങ്ങുന്നതിനുമായി സാദരം ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.